പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFI വിദ്യാർത്ഥികളുടെ പരസ്യ വിചാരണയ്ക്കിരയായ സിദ്ധാർത്ഥന് നീതി ലഭ്യമാക്കാതെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിഷേധങ്ങളുടെ വാ മൂടിക്കെട്ടാനാണെന്ന് പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം. CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായി പിതാവ് ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ഉടൻ ആരംഭിക്കണമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. രോഹിണി, ഏറെ വിവാദമായ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്ന് ഒരു മാസത്തിലധികം പിന്നിടുമ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കുന്നത്. സർക്കാരിന് ഭാഗത്ത് നിന്ന് കുടുംബത്തിന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ മാസം 9-ാം തീയതിയാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സർക്കാർ. പക്ഷേ ആ ഒരു തീരുമാനം വന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ജനാധിപത്യ പ്രതിനിധികളുടെയും ഒക്കെ തന്നെ വായ മൂടിക്കെട്ടാൻ, കുടുംബത്തിന്റെ വായ മൂടിക്കെട്ടാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിരുന്നു സർക്കാരിന്റെ ഈ ഒരു CBI അന്വേഷണ പ്രഖ്യാപനം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് വരും ദിവസം ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തും എന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ ഗവർണറെയും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് സന്ദർശിച്ചിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് 33 വിദ്യാർത്ഥികളെ അവിടുത്തെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തി പുറത്താക്കിയിട്ടുണ്ട്. ആ പുറത്താക്കിയ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് കോളേജിലേക്ക് തിരികെ എടുത്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് VC-ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കുടുംബം ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ചാൻസലർ കൂടിയായ ഗവർണറെ ഇപ്പോൾ കുടുംബം കണ്ടിരിക്കുകയാണ്. ജയപ്രകാശ് അതിനുശേഷം മാധ്യമങ്ങളോട്, ജനം ടിവിയോട് പ്രതികരിക്കുകയുണ്ടായി. എല്ലാ രീതിയിലുള്ള പിന്തുണയും ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേസന്വേഷണം വൈകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടനടി തന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ഗവർണർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ അതിന് മുൻപ് തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹം സന്ദർശിച്ചത്. അദ്ദേഹവും പൂർണ്ണ പിന്തുണ ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയിലും പിടിപ്പുകേടിലും വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കുടുംബത്തിന് നീതി വേണം, ആ ന്യായത്തിനൊപ്പം നിൽക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ വിവാദമായ ഒരു കേസിൽ തെളിവുകൾ തേച്ചുമാറ്റി കളയാനായി സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടി ഇനി ചാൻസലർ കൂടിയായ ഗവർണർ കൂടി സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നടപടികൾ വേഗത്തിലാക്കാം എന്നുള്ള ഉറപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്നുകൂടി കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസം തന്നെ പ്രത്യക്ഷ സമരത്തിലേക്കും കുടുംബം കടക്കുകയാണ്. അതിനിടെ തന്നെയാണ് നിർണായക നടപടികളുമായി ചാൻസലറും കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറ്റിനറി സർവകലാശാലയിലെ VC രാജിക്കത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരം. രോഹിണി.